കേരളത്തിലെ പൊതുസമൂഹത്തെയും രക്ഷിതാക്കളെയും ഒരേ സമയം ഞെട്ടിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന അതീവ ഗൗരവമേറിയ ഒരു വാർത്തയാണ് മലബാറിലെ മലയോര മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. താമരശ്ശേരിയിലെ ഒരു പൊതുവിദ്യാലയത്തിൽ SSLC വിദ്യാർത്ഥിയുടെ സ്കൂൾ ബാഗിൽ നിന്നും 1/2 ലിറ്റർ വ്യാജ ചാരായം അധ്യാപകർ പിടിച്ചെടുത്തിരിക്കുന്നു. വിദ്യാലയ സംരക്ഷണ സമിതി യോഗം നടക്കുന്നതിനിടയിലാണ് സ്കൂളിലേക്ക് വ്യാജമദ്യം എത്തുന്നതായി ഒരു അധ്യാപികയ്ക്ക് സംശയം തോന്നുന്നത്. തുടർന്ന് സംശയ നിഴലായ 15-കാരനായ വിദ്യാർത്ഥി ക്ലാസ്സിന് പുറത്തുപോയ സമയം നോക്കി അധ്യാപകർ നടത്തിയ വിശദമായ ബാഗ് പരിശോധനയിലാണ് അതീവ മാരകമായ നാടൻ ചാരായമടങ്ങിയ കുപ്പി കണ്ടെത്തുന്നത്. വിദ്യാലയ മുറ്റത്തെ ലഹരി മാഫിയയുടെ കടന്നുകയറ്റത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. ഈ സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ താമരശ്ശേരി പോലീസിനെ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് നടത്തിയ പ്രൊഫഷണൽ ചോദ്യം ചെയ്യലിലുമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. പിടിയായ വിദ്യാർത്ഥിക്ക് സഹപാഠിയായ മറ്റൊരു കുട്ടിയാണ് ഈ ചാരായം ബാഗിൽ വെക്കാൻ നൽകിയതെന്ന് വെളിപ്പെടുത്തി. ഈ കുട്ടി ഇതിനു മുമ്പ് 3 തവണയോളം സ്കൂളിലേക്ക് മദ്യം എത്തിച്ചിട്ടുണ്ടെന്നും 6ഓളം വിദ്യാർത്ഥികൾ ഇത് സ്കൂളിൽ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള അതീവ ഗുരുതരമായ വിവരമാണ് പുറത്തുവരുന്നത്. കുട്ടികളെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ ഈ വ്യാജമദ്യ വിതരണത്തിന്റെ പ്രധാന ഉറവിടത്തെക്കുറിച്ചായിരുന്നു കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി. ഉടൻ തന്നെ താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ AS ഗൗതം ഹരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയുടെ കേന്ദ്രത്തിലേക്ക് മിന്നൽ റെയ്ഡ് നടത്തി. പ്രതിയായ ചമ്മൽ കിളൻമുല സ്വദേശി പൂവൻമല രമേശൻ എന്ന 40-കാരന്റെ വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഒളിപ്പിച്ച നിലയിൽ 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 28 ലിറ്റർ വ്യാജ ചാരായമാണ് പോലീസ് സംഘം കണ്ടെടുത്തത്. 1/2 ലിറ്ററിന്റെ 56 കുപ്പികളിലായാണ് ഈ മദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നത്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യാജ മദ്യം ഉൽപ്പാദിപ്പിച്ച ശേഷം ഈ റബ്ബർ തോട്ടത്തിൽ ശേഖരിച്ച് സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ കാരിയർമാർക്കാക്കി വിതരണം ചെയ്യുകയായിരുന്നു പ്രതിയുടെ മോഡസ് ഓപ്പറാൻഡി. ഈ കേസ് കേവലം ഒരു മദ്യവേട്ട മാത്രമല്ല, മറിച്ച് നമ്മുടെ വരും തലമുറയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ക്രിമിനൽ മാഫിയകളുടെ നേരിട്ടുള്ള കടന്നുകയറ്റമാണ് കാണിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത സ്കൂൾ കുട്ടികളെ വിശ്വസിച്ച് രക്ഷിതാക്കൾ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവർ ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളുടെ കെണിയിൽ വീഴുന്നത് സമൂഹത്തിന്റെ ആകെ സുരക്ഷയെയാണ് ബാധിക്കുന്നത്. കുട്ടികളെ കാരിയർമാരാക്കി മാറ്റുന്നതിലൂടെ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ക്രിമിനലുകൾ കരുതുന്നത്. ഈ മാഫിയകൾ വിദ്യാലയങ്ങളെ ലക്ഷ്യം വെക്കുന്നത് വഴി തകരുന്നത് ഒരു വലിയ സമൂഹത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ഭദ്രതയാണ്. നിലവിലെ സംഭവത്തിൽ ഒളിവിൽ പോയ പ്രധാന പ്രതി പൂവൻമല രമേശിനെതിരെ അബ്കാരി ആക്ട് പ്രകാരം താമരശ്ശേരി പോലീസ് ശക്തമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താനായുള്ള ഊർജിതമായ തിരച്ചിൽ പോലീസ് തുടരുകയാണ്. അതേസമയം അനധികൃതമായി വ്യാജമദ്യം കൈവശം വെച്ചതിനും കൈകാര്യം ചെയ്തതിനും വിദ്യാലയത്തിലേക്ക് മദ്യം കൊണ്ടുവന്ന കുട്ടിയെയും അത് ബാഗിൽ സൂക്ഷിച്ച സഹപാഠിയെയും നിയമപരമായ നടപടികളുടെ ഭാഗമായി ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. ഇത്തരം ക്രിമിനൽ കെണികളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കണമെന്നും സ്കൂൾ ബാഗുകളും അവരുടെ കൂട്ടുകെട്ടുകളും കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണമെന്നും പോലീസ് കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. സംശയകരമായ രീതിയിൽ ആരെങ്കിലും സ്കൂൾ പരിസരങ്ങളിലോ കുട്ടികളുടെ അടുത്തോ കാണപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിനെയോ എക്സൈസിനെയോ വിവരം അറിയിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവിയും സമൂഹത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കാൻ ഇത്തരം മാഫിയകളുടെ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടേണ്ടതുണ്ട്. നിയമപരമായ അവബോധം നേടുന്നതിനും ഇത്തരം ക്രിമിനൽ വലയങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ അതീവ ഗുരുതരമായ സാഹചര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സമൂഹത്തിന് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകാനുമായി ഈ ഔദ്യോഗിക വാർത്താ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ഒരു പക്ഷേ ഒരു കുട്ടിയെങ്കിലും ജീവിതം രക്ഷിച്ചേക്കാം.